ॐ गुरवे नमः। गुरुर्सत्यं गुरुर्ज्ञानं गुरुर्कर्मम् गुरुर्पूर्णम्। ॐ गुरवे नमः। ജയ് മാധവ്ജി, ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ ഇവന്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇതിനു വേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന സമയം, ഇത് ശ്രവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, അതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. അറൈക്കിയെ സംബന്ധിക്കുന്ന എല്ലാ അറിവുകളും, ഇതൊരു ബൃഹത്തായ ശാസ്ത്രമാണ്. അറൈക്കിയെ സംബന്ധിക്കുന്ന എല്ലാ അറിവുകളും വളരെ വലുതാണ്, വളരെ വിലപ്പെട്ടതാണ്. എങ്കിലും നമ്മൾ ഈ 1 മണിക്കൂറിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഈ സെമിനാറിൽ അതിലെ പരമാവധി വിവരങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട്, ആത്മീയ ഉണർവിന് വേണ്ടിയിട്ട്, നിത്യസാധനയായിട്ട് അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, മുതിർന്നവർക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അറൈക്കിയിലൂടെ ഈ എല്ലാ 12 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള എല്ലാ പ്രായക്കാർക്കും നിത്യസാധനയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അറൈക്കി. അതിൻ്റെ ഗുണങ്ങളും വളരെ വലുതാണ്. എങ്കിലും നമ്മൾ ഇന്നത്തെ സാഹചര്യം കണക്കിലെടുത്ത് ഇതൊരു സെമിനാറും കൂടെ ആയതുകൊണ്ട് അറൈക്കിയുടെ ആ ആപ്ലിക്കേഷൻസിൽ വരുന്നതിൽ മാനസിക സംഘർഷം എങ്ങനെയാണ് അറൈക്കി ചെയ്യുമ്പോൾ കുറയുന്നത്, എന്താണ് സ്ട്രെസ്, അതുണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് രോഗങ്ങളിലേക്ക് മാറുന്നത്, അറൈക്കിയിലൂടെ നമുക്ക് എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിനു മുമ്പ് അറൈക്കിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ഈ സെമിനാറിൽ ഉൾപ്പെടുത്തും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ അനുഭവവും എൻ്റെ പശ്ചാത്തലവും ഞാൻ ഒന്ന് പറയാം. ഞാൻ 17 വർഷങ്ങൾക്ക് മുൻപാണ് തപോവനം സിദ്ധാശ്രമത്തിൽ പൂർണ്ണ ഗുരു ശ്രീ ശ്രീ മാധവാചാര്യനെ കാണുന്നതിന് വേണ്ടിയിട്ട് ആശ്രമത്തിൽ വരുന്നത്. 2005. അതിന് മുന്നേ വന്നിട്ടുണ്ട്. 2005 യഥാർത്ഥത്തിൽ ഞാനൊരു 5 വയസ്സ് മുതൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വലിയൊരു ത്വക്ക് രോഗത്തിന് പരിഹാരം അന്വേഷിച്ചിട്ട് ആദ്യമായിട്ട് ഗുരുജിയുടെ അടുത്ത് വരുന്നത്. 5 വയസ്സ് മുതൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ അടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. അലോപ്പതി ചികിത്സ ധാരാളം നടത്തി. അറിയപ്പെടുന്ന ഒരുപാട് പേര്, മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയ ഒരു അദ്ദേഹം, പേര് ഓർമ്മയില്ല, അദ്ദേഹം ഇപ്പൊ ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ആയുർവേദത്തിന്റെ അറിയപ്പെടുന്ന ഒരുപാട് ആചാര്യന്മാർ, ഹോമിയോപ്പതി, മറ്റ് പല ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് സിസ്റ്റംസ്, അങ്ങനെ ഒരുപാട് ചികിത്സകൾ നടത്തി 10-15 വർഷം കൊണ്ട് ശരീരത്തിൽ ഒരുപാട് മരുന്നുകൾ കയറി. അങ്ങനെ അവസാനം എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് വസ്ത്രം പോലും ധരിക്കാൻ പറ്റാത്ത, ചെരുപ്പിടാൻ പറ്റാത്ത, പാൻറ് ധരിക്കാൻ പറ്റാത്ത, കാരണം കാലിന്റെ തുട മുതൽ അങ്ങോട്ടൊക്കെ പൊട്ടി ഒഴുകുമായിരുന്നു, പാൻറ് ധരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ആദ്യമായിട്ട് അറൈക്കി എന്ന സിദ്ധിവിശേഷം ഗുരുവിൽ നിന്ന് പഠിക്കുന്നത്. അതിനുശേഷം ആ സമയത്ത് യോഗ ചെയ്യാൻ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥ ഇല്ലായിരുന്നു. കാരണം കൈകാലുകളുടെ മുട്ടിന്റെ ഭാഗമൊന്നും മടക്കാൻ പറ്റില്ല, അവിടെ എല്ലാം നീര് വന്ന് പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുശേഷം 1 വർഷം വരെയുള്ള ഗുരുവിന്റെ അതായത് ആശ്രമത്തിൽ നിന്ന് തന്നെയുള്ള സാധനയിലൂടെ, നിത്യസാധനയിലൂടെ, സമർപ്പണത്തിലൂടെ ആ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകുകയായിരുന്നു. അതായത് നമ്മുടെ ഏകദേശം 85% സ്കിന്നും ഒരു അഴുകിയ ഒരു പരുവത്തിലായിപ്പോയി. അവിടെ നിന്ന് സാധന ചെയ്ത് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് ക്രമേണ കുറഞ്ഞു വരികയും പല സ്ഥലങ്ങളിലും ഈ വ്രണങ്ങൾ അവശേഷിക്കുകയും അതിൽ കൂടെ ഒരുപാട് ദുർനീരുകൾ പുറത്തേക്ക് പോവുകയും പിന്നെ അതും കരിഞ്ഞു പോയിട്ട് പുതിയ സ്കിന്ന് വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴുത്തിന്റെ ഭാഗത്ത് ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. കണ്ണിന് ചുറ്റും
ഈ ഭാഗം, കഴുത്തിന്റെ പുറകുവശം. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു അവസ്ഥയിൽ നിന്നും ഒരു നിൽക്കുന്ന ഒരു സമയത്താണ് അറൈക്കി സാധന ഗുരു പഠിപ്പിച്ചു തരുന്നതും അതിലൂടെ ഈ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകുന്നത്. ഈ കാലയളവിലും അതിനുശേഷവും നിരവധി ആളുകൾക്ക്, ആയിരക്കണക്കിന് പേർക്ക് അവരവരുടെ പ്രശ്നങ്ങൾ ആശ്രമത്തിൽ വരികയും ഗുരു നിർദ്ദേശിക്കുന്ന സാധനയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അത് ഗുരുജിയിൽ നിന്ന് നേരിട്ട് പഠിക്കാനുള്ള ഭാഗ്യം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാലയളവിൽ പഠിത്തം എന്ന് പറയുന്നത് ഈ രോഗത്തോടു കൂടി തന്നെ കോളേജിൽ പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് പോയി. പിന്നീട് ഇത്രയും മഹത്തായ ഒരു ശാസ്ത്രം അത് ലോകത്ത് ഇത് എത്തിക്കണം, അല്ലെങ്കിൽ ഇത് ലോകത്തിന് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത് നമ്മൾ ഇന്ന് ഒരുപാട് നമ്മൾ ചാനലുകളിലും മറ്റുമൊക്കെ ഈ ഓൾട്ടർനേറ്റീവ്, അതായത് ഊർജമുണ്ടോ അല്ലെങ്കിൽ ഊർജം ഉള്ളതിന് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോ തെളിവുകളുടെ രോഗം മാറുന്നത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. പക്ഷെ അത് ശാസ്ത്രീയമായി ഡോക്യുമെന്റ് ചെയ്യാൻ, അതിന് കൃത്യമായിട്ട് രേഖകൾ ഉണ്ടാകാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ വീണ്ടും ഈ യോഗ എന്ന വിഷയത്തിൽ തന്നെ പഠനം, അക്കാഡമിക് ആയിട്ടുള്ള പഠനം നടത്തുകയും മറ്റു പലരെ കൊണ്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അത് പരാജയപ്പെട്ടതുകൊണ്ട് അതിനുവേണ്ടി മാത്രം വീണ്ടും അക്കാഡമിക് ആയിട്ടുള്ള പഠനം നടത്തുകയും അതൊരു ഗവേഷണ വിഷയമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 17 വർഷം നീണ്ട പഠനവും അതിൻ്റെയോടൊപ്പം തന്നെയുള്ള അധ്യാപനവും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തി വരുന്നു. എന്തിനെന്ന് വെച്ചാൽ ഈ ശാസ്ത്രം ലോകത്തിന് ഇന്ന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അത് നമ്മൾ ഈ സെമിനാറിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്താണ് അറൈക്കി? അറൈക്കി എന്നത് ഒരു ധ്യാനവും ഒരു ഊർജ തരംഗ ചികിത്സയുമാണ്. ഈ സിദ്ധിവിശേഷം പൂർണ്ണഗുരു ശ്രീ മാധവാചാര്യൻ ലോകത്തിന് സംഭാവന ചെയ്ത അതിമഹത്തായ ഒരു ചികിത്സാ രീതിയും ഒരു ധ്യാന രീതിയും ഒരു സാധന മാർഗവുമാണ്. നമ്മൾ പറഞ്ഞ കാര്യം ചികിത്സാ രീതിയാണ്, ധ്യാന മാർഗമാണ്, ആത്മീയ ഉണർവിന് വേണ്ടിയിട്ടുള്ള സാധന മാർഗമാണ്, ഇത് ഒരു ശാസ്ത്രവുമാണ്. എന്താണ് ധ്യാനം? എന്താണ് മെഡിറ്റേഷൻ? ഇതിന്റെ ഉത്തരം ഗുരുജി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഉദാഹരണത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് മെഡിറ്റേഷൻ സംഭവിക്കുമ്പോൾ മെഡിറ്റേറ്റർ ഇല്ല എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ എന്താണ് മെഡിറ്റേഷൻ സംഭവിക്കുമ്പോൾ മെഡിറ്റേറ്റർ ഇല്ല? ആൾ അവിടെ നിന്ന് ഇല്ലാതായി പോവുകയല്ല. സാധാരണ രീതിയിൽ ഒരു വ്യക്തി ധ്യാനിക്കാൻ വേണ്ടി, മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ലക്ഷോപലക്ഷം ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന അവസ്ഥയിൽ അവിടെ ചിന്തകളില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ധ്യാനം എന്ന അവസ്ഥയിലോട്ട് എപ്പോഴാണ് നമ്മൾ കടന്നതെന്നും എപ്പോഴാണ് അതിൽ നിന്ന് തിരിച്ചു വന്നതെന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം ഗുരുജി നേരത്തെ പഠിപ്പിച്ച പോലെ അവിടെ മെഡിറ്റേറ്റർ ഇല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് സമയം നോക്കാൻ പറ്റുക? യഥാർത്ഥത്തിൽ ഈ 10 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങൾ ധ്യാനിക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് ധ്യാനം ചെയ്യുന്ന, മെഡിറ്റേഷൻ ചെയ്യുന്ന ലക്ഷോപലക്ഷം ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധ്യാനം എന്ന അവസ്ഥ ചിന്തകളില്ലാതെ, അതൊരു ശൂന്യ അവസ്ഥയാണ്. ആ ശൂന്യ അവസ്ഥ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉണ്ടാകണം? നമ്മൾ ശൂന്യ ഊർജ സ്വീകരണം ആത്മാവിൽ ഉണ്ടാകണം. ശൂന്യ ഊർജ സ്വീകരണം ആത്മാവിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അവസ്ഥ ഉണ്ടാവൂ. ഈ അവസ്ഥ നമുക്ക് വളരെ ലളിതമായി അറൈക്കി എന്ന സാധനാ മാർഗത്തിലൂടെ, ഗുരുവിൽ നിന്നുള്ള ഊർജ സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ആശ്രമത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ധ്യാനം എന്ന അവസ്ഥ അനുഭവിച്ച ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. അതായത്
ഈ സ്കിൻ ഡിസീസിന്റെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആശ്രമത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ 2-3 പ്രാവശ്യം ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് വരുന്നൊരു സമയം എന്ന് പറയുന്നത്, എനിക്ക് കുട്ടിക്കാലത്ത് എപ്പോഴും ടോൺസിലൈറ്റിസിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷനും ട്രിപ്പും ഒക്കെ എടുത്തിട്ട് മാത്രമേ അത് കുറയുള്ളൂ. അങ്ങനെ അവസാനം ഇത് വരുന്നത് ഞാൻ +2 പഠിക്കുന്ന സമയത്താണ്. +2 പഠിക്കുന്ന സമയത്ത് ആശ്രമത്തിൽ എന്നെ കൊണ്ടുവന്നിട്ട്, അന്ന് നമ്മുടെ ശൂന്യ ബലശക്തി ക്ഷേത്രത്തിൽ അന്ന് കട്ടിലുണ്ട്. അപ്പോൾ ഞാനന്ന് ഗുരുജിയെ കണ്ടു. ഗുരുജിയെ കട്ടിലിൽ കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് ഗുരുജി അകത്തോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് ഒരു ടേപ്പ് റെക്കോർഡറിൽ ഒരു ചെറിയ ഒരു ഓംകാരം അത് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടന്നു കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉണർന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതായത് ഞാൻ ഉറങ്ങിപ്പോയില്ല, പക്ഷേ ചിന്തയില്ല, ഒന്നുമില്ല. കുറച്ചു നേരം കണ്ണ് തുറക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴാണ് കിടന്നത്, ഇതിപ്പോ എത്ര സമയമായി, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു ആദ്യം വന്നത്. ഒരു പരിശ്രമവും അതിനു മുമ്പ് നടത്തിയിട്ടില്ലാതെ, ഒരു തരത്തിലുള്ള ധ്യാന രീതികളും അഭ്യസിച്ചിട്ടില്ലാതെ ആദ്യമായിട്ട് ആശ്രമത്തിൽ വന്നപ്പോൾ ആ ധ്യാനം എന്ന അവസ്ഥ എന്തുകൊണ്ടായിരിക്കും ലഭിച്ചത്? അതിന്റെ ഉത്തരം ഇതാണ്. നമ്മൾ ഊർജ സ്രോതസ്സായ ഗുരുവിന്റെ സമക്ഷത്തിലാണ്, ആ സന്നിധിയിലാണ് നമ്മൾ അവിടെ നിന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് പ്രവർത്തിക്കാനുള്ള അവസ്ഥ അവിടെ ഉണ്ടായില്ല, ചിന്തകൾ ഉണ്ടാകാനുള്ള അവസ്ഥ അവിടെ ഉണ്ടായില്ല. കാരണം ഊർജ സ്രോതസ്സായ ഗുരുവിന്റെ സാമീപ്യത്തിലാണ് അവിടെ നിന്നത്. ഈ അവസ്ഥ ആശ്രമത്തിൽ വന്നിട്ടുള്ള ഒരുപാട് പേർക്ക്, ഇപ്പോൾ ഈ സെമിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ, ഗുരുജിയുടെ അടുത്ത് വരുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിന്ത ഇല്ല, എന്തെങ്കിലും ചോദിക്കാൻ വന്നു അവിടെ വന്നപ്പോൾ മറന്നുപോയി, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ശൂന്യ ബലശക്തി ക്ഷേത്രത്തിൽ വരുമ്പോൾ സംഭവിക്കുന്നത്? കാരണം എന്താണ്? റൈക്കി ഊർജ സ്രോതസ്സായ ഗുരുവിന്റെ സ്രോതസ്സിന്റെ പ്രത്യക്ഷ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നൊരവസ്ഥയാണ്. അത് ശാസ്ത്രീയമായി അത് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ വളരെ ലളിതമായി, വളരെ എളുപ്പം ധ്യാനം, മെഡിറ്റേഷൻ എന്ന അവസ്ഥ നമുക്ക് ലഭിക്കാൻ റൈക്കി സാധനയിലൂടെ, ഈ ഊർജ സ്വീകരണത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. അതുപോലെ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് സിസ്റ്റമാണ്. എന്താണ് ഹീലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീൽ ചെയ്യുക, നമ്മൾ സുഖപ്പെടുത്തുക. രോഗങ്ങളുണ്ടെങ്കിൽ അത് ഹീലാവുക, മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സുഖപ്പെടുത്തുക. എങ്ങനെയാണ് ഈ സുഖപ്പെടുന്നത്? അതും ഈ ഊർജ സ്വീകരണത്തിലൂടെയാണ്. എന്തുകൊണ്ടാണ് റൈക്കിയിലൂടെ ഇത്ര വേഗം, റൈക്കി സാധനയിലൂടെ മാറ്റം സംഭവിക്കുന്നത്? അതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ഊർജം എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഊർജം നമുക്കത് കാണാൻ പറ്റുന്നില്ല, നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊന്നുമില്ല. അപ്പൊ ഊർജം എന്നൊന്നുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണ്. ഊർജം എന്നൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് തെളിവ്? ആത്മാവുണ്ടോ? ഒരു വസ്തുത പറയാം. അത് നമ്മുടെ ആധുനിക ശാസ്ത്രം തന്നെ എത്തി നിൽക്കുന്ന ഒരു പോയിന്റാണത്. കാരണം നമ്മളുടെ തുടക്കം പോലും അതിൽ നിന്നും ഒരുപാട് മേലെയാണ്. അപ്പൊ ആ പോയിന്റിൽ എത്തിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം, ഇപ്പൊ കൈ, ഈ ശരീരത്തിന്റെ ഒരു ഭാഗം എടുത്തു നോക്കുക. അവിടെ എന്തെല്ലാം ഉണ്ട്? അവിടെ പല അവയവങ്ങളുണ്ട്, ഇല്ലേ? സ്കിന്നുണ്ട്, മസിലുണ്ട്, ബോണുണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇതുപോലെ പല അവയവങ്ങളും പല ടിഷ്യൂസും ഉണ്ട്. മസിൽ ടിഷ്യൂ ഉണ്ട്, നെർവസ് ടിഷ്യൂ ഉണ്ട്. അത് പല വിധത്തിലുള്ള കോശങ്ങൾ, സെൽസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ സെല്ലിന്റെ അകത്ത് തന്നെ ഒരുപാട് രാസഘടകങ്ങളുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, പലതരത്തിലുള്ള ഓർഗനൽസ് ഉണ്ട്. ഇതെല്ലാം പല വിധത്തിലുള്ള മോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികം ആറ്റംസ് ചേർന്നുണ്ടാകുന്നതാണ് ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്.
ഒരു ആറ്റം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അതിനെ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? നമുക്ക് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ കിട്ടും, പോസിട്രോൺ, ന്യൂട്രിനോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെ നമ്മൾ വീണ്ടും എന്താണ് മുറിച്ച് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അവസാനം നമുക്ക് കിട്ടുന്നത് എന്താണ്? പാക്കറ്റ്സ് ഓഫ് എനർജി എന്നാണ് പറയുന്നത്. ഇതിനെയാണ് മോഡേൺ സയൻസ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്, പാക്കറ്റ്സ് ഓഫ് എനർജി. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? നമ്മുടെ ഈ സ്ഥൂലമായിട്ടുള്ള ഒരു അതായത് നമ്മൾ എന്ന അതിൽ നമ്മുടെ സ്ഥൂല ശരീരം തന്നെ എന്താണ്? അതിനെ നമ്മൾ മുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഒരു ഊർജ ഘടകത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇത് ഊർജത്തിന്റെ ഇങ്ങേ അറ്റത്തെ ഘടകമാണ്. ഇതിനപ്പുറത്തോട്ട് ശാസ്ത്ര ലോകത്തിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഊർജത്തിൽ നിന്നാണ് ദ്രവ്യമുണ്ടായത് എന്ന അവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്? അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഒരു വസ്തുത നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ അസ്തിത്വം നമുക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ഇപ്പൊ ഗുരുജി പറയാറുണ്ട്, നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ ഒരു ചുഴി രൂപപ്പെടുകയാണ്. അതൊരു ഫോഴ്സാണ്. ആ ഫോഴ്സിനെ അല്ല നമ്മൾ കാണുന്നത്, നമ്മൾ വെള്ളം കറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിന്റെ ആ മൂവ്മെന്റിന്റെ പിന്നിൽ എന്തുണ്ട്? അവിടെ ഒരു ഫോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടെത്തുന്നതിന് മുമ്പും സാധനങ്ങൾ താഴേക്ക് തന്നെയാണ് വീണുകൊണ്ടിരുന്നത്. അത് ശാസ്ത്രം കണ്ടെത്തിയത് കൊണ്ട് അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലായി. പക്ഷെ ആ പ്രതിഭാസം എന്ന് പറയുന്നത് ഇവിടെ അതിനു മുമ്പും നടന്നുകൊണ്ട് തന്നെ ഇരുന്നു. നമ്മൾ ഈ പഠിപ്പിക്കുന്ന ഗുരുജി ലോകത്തിന് നൽകിയിട്ടുള്ള ഈ ശാസ്ത്ര സത്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നേ വരെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ലാത്തതും എന്നാൽ വളരെ വളരെ വിദൂരമല്ലാത്ത ഒരു സമയത്ത് തന്നെ അത് കണ്ടെത്തുകയും അത് ഗവേഷണങ്ങളുടെ ഭാഗമാവുകയും ചെയ്യാൻ പോകുന്ന ഒരു വസ്തുതയാണ്. അപ്പോ നമ്മൾ സ്വീകരിക്കുന്ന ഈ ഊർജം, അറൈക്കി സാധനയിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഊർജം പ്രപഞ്ച സൃഷ്ടിക്ക് തന്നെ കാരണമായിട്ടുള്ള ആ ഊർജം തന്നെയാണ്. എന്താണത്? നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിയും ഈ മറ്റ് ഗ്രഹങ്ങളും സൗരയൂഥവും ഗാലക്സികളും നക്ഷത്രങ്ങളും ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ എന്താണ് ഉണ്ടായിരുന്നത്? ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്? അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആദിയിൽ ഈ സർവവും ശൂന്യമായിരുന്ന ആ ശൂന്യ വിഹായുസ്സിൽ ഒരു ഏകബിന്ദുവിന്റെ അവസ്ഥയിൽ, ഏകബിന്ദു എന്ന അവസ്ഥയിൽ ഈ സൃഷ്ടിക്കെല്ലാം കാരണമായ ആദിശൂന്യ ബലശക്തി അവിടെ കുടികൊണ്ടു. ആ ഏകബിന്ദുവിൽ ശൂന്യബലം, ആ ശൂന്യബലത്തിന് രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അന്തർകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഫോഴ്സും രണ്ട് ബഹിർകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഫോഴ്സും ഉണ്ടായിരുന്നു. അന്തർകേന്ദ്രീകൃതമായിട്ടുള്ള ഫോഴ്സ് ഒന്ന്, ബഹിർകേന്ദ്രീകൃതമായിട്ട് രണ്ട് ഒപ്പോസിങ് ആക്ഷൻ ആ ബലത്തിന് ഉണ്ടായിരുന്നു. അതിശക്തമായ ആ പ്രതിഭാസത്തിൽ നിന്ന് എന്താണ് സംഭവിച്ചത്? ബലം ഊർജമായി മാറി. അങ്ങനെയാണ് ഊർജം തന്നെ ഉണ്ടാകുന്നത്. അതിശക്തമായ പ്രതിഭാസത്തിൽ നിന്ന് ബലം എന്തായി? അത് ഊർജമായി മാറി. ആ പ്രതിഭാസത്തിലൂടെ സാധാരണമായ ആ ഊർജത്തിന്റെ അവസ്ഥ ഉണ്ടാകുകയും അത് വർദ്ധിതമായിട്ടുള്ള തോതിൽ ഉണ്ടാകും. അത് ഉണ്ടാകുമ്പോഴും ആ ഊർജത്തിലും ഈ സങ്കോച വികാസ പ്രക്രിയ അവിടെയും നടന്നുകൊണ്ടിരുന്നു. ആ നടന്നുകൊണ്ടിരിക്കുകയും അതിന്റെ ജ്വലനം വർദ്ധിക്കുകയും അത് ഒരു ബൃഹത്തായ ഒരു ആദി തേജോഗോളമായി മാറുകയും ചെയ്തു. ആ ആദി തേജോഗോളത്തിന്റെ അകത്തുള്ള ഓരോ ഊർജ കണങ്ങളിലും, ആദി ദൈവഗണം, ആ ഓരോ ഊർജ കണങ്ങളിലും ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരുന്നു. കാരണം ഇത് അതിന്റെ അടിസ്ഥാന സ്വഭാവമായി മാറി. എന്താണ്? ആ സങ്കോച വികാസം, അന്തർകേന്ദ്രീകൃതമായിട്ടുള്ള ഫോഴ്സും ബഹിർകേന്ദ്രീകൃതമായിട്ടുള്ള ഫോഴ്സും. അങ്ങനെ അസാധാരണമായ ആ പ്രതിഭാസത്തിൽ നിന്ന് ഒരു വലിയ വിസ്ഫോടനം, കാരണം അത് അതിന്റെ പീക്കിൽ, ആ തേജോഗോളം അതിന്റെ ഊർജ വിന്യാസം, ഊർജത്തിന്റെ അവസ്ഥ വലിയൊരു പീക്കിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വലിയൊരു വിസ്ഫോടനം സംഭവിച്ചു. ആ വിസ്ഫോടനത്തിൽ നിന്ന് ചെറുതും വലുതുമായിട്ടുള്ള വലിയ തേജോഗോളങ്ങൾ
പ്രപഞ്ചത്തിന്റെ, അതായത് ആ ശൂന്യ പ്രപഞ്ചത്തിന്റെ എല്ലായിടത്തേക്കും അത് വിന്യസിക്കാൻ എന്ത് ചെയ്തു തുടങ്ങി. ആ ഊർജം തേജോഗോളങ്ങൾ വിസ്ഫോടനത്തിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നത് പോലെ പോകുന്നത്, അത് പ്രപഞ്ചത്തിന്റെ എല്ലാ ദിക്കുകളിലേക്കും ആ ഊർജ വിന്യാസം സംഭവിച്ചു. അപ്പോ യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ഊർജം എന്ന് പറയുന്ന അവസ്ഥ അങ്ങനെയാണ് ഉണ്ടായത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത് എന്തിനാണ് നമ്മൾ അറൈക്കിയുടെ സെമിനാറിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ഊർജമാണ്, അത് എവിടെ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോ അങ്ങനെ പ്രപഞ്ചത്തിൽ ആകമാനം സഞ്ചരിച്ചെത്തിയ ആ ഊർജം, അത് കോടാനുകോടി വർഷങ്ങളുടെ കാലയളവിൽ ആ ഊർജം എന്ത് ചെയ്തു? അത് ലഘുത്വം പ്രാപിക്കാൻ തുടങ്ങി. ലഘുത്വം പ്രാപിക്കുകയും അതിന് നിശ്ചിത സ്ഥാനവും ഉണ്ടാകാൻ തുടങ്ങി. എന്തൊക്കെ സംഭവിച്ചു? ആ ഊർജത്തിന്റെ ലഘുത്വം പ്രാപിക്കാൻ തുടങ്ങി, അതിന്റെ ശക്തി കുറഞ്ഞു വന്നു, അതിന് നിശ്ചിത സ്ഥാനം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ ആ ഊർജത്തിന്റെ ഘടന മാറി മാറി ലഘുത്വം പ്രാപിച്ച് മാറി അതിന് ദ്രവ്യത്തിന്റെ സ്വഭാവം, ദ്രവ്യ സ്വഭാവത്തിലേക്ക് അത് പരിണമിക്കാൻ തുടങ്ങി. അതാണ് ദ്രവ്യത്തിന്റെ, അങ്ങനെയാണ് ഊർജത്തിൽ നിന്ന് ദ്രവ്യം ഉണ്ടാകുന്നതും, അതാണ് ദ്രവ്യത്തിന്റെ ആദിരൂപം. അപ്പൊ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആദിശൂന്യ ബലശക്തി, അതായത് ഈശ്വരൻ തന്നെ സ്വയം പരിണാമത്തിന് വിധേയമാകുകയാണ് ചെയ്തത്. മനസ്സിലാകുന്നു? ഈശ്വരൻ തന്നെ സ്വയം പരിണാമത്തിന് വിധേയമായി സൃഷ്ടി നടക്കുകയാണ് ഉണ്ടായത്. കാലാന്തരത്തിൽ ഈ ഗാലക്സികളും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഇത് വളരെ പെട്ടെന്ന് കടന്നു പോവുകയാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ ഒരു വർഷം കൊണ്ട് പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അതിൽ കൂടെ കടന്നു പോവുകയാണ്. കാലാന്തരത്തിൽ ഭൂമിയിൽ ഈ ഭൂമി ഉണ്ടായി, അവിടെ എന്താണ് ആദിശൂന്യ ബലശക്തി തന്നെ പരിണമിച്ച് ആദി ദൈവകണമായി, ആ ദൈവകണം പരിണമിച്ച് ആത്മകണമായി, അത് ആത്മാവെന്ന അവസ്ഥയിലേക്ക് പരിണമിച്ചു. അങ്ങനെ ആദിശൂന്യ ബലശക്തി തന്നെ ആദി ആത്മാവ് എന്ന അവസ്ഥയിലേക്ക് പരിണാമം സംഭവിക്കുകയും സൃഷ്ടിക്ക് ആദിശൂന്യ ബലശക്തി തന്നെ സൃഷ്ടിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യവും സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഊർജ ഘടകങ്ങളും സൃഷ്ടിക്കുകയും ചെയ്തു. നമ്മൾ അറിയുന്ന പ്രാണൻ, ജീവശക്തി, നമ്മൾ ലൈഫ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നില്ലേ, പലരും നിലവില് ഇന്ന് ലോകത്തിന് ലഭിച്ചിട്ടുള്ള അറിവ് അനുസരിച്ച് പ്രാണനാണെല്ലാം അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് ആണെല്ലാം. അതിനപ്പുറത്തോട്ടുള്ള ഒരു അറിവ് ലോകത്തിന് കിട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ നിരവധി ഊർജ ഘടകങ്ങളിൽ ഒന്നാണ് നേരത്തെ ഈ പറഞ്ഞ ലൈഫ് ഫോഴ്സ് എന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഊർജ അവസ്ഥ. അപ്പോ ആദി ആത്മാവായി ജലത്തിൽ ജൈവ സൃഷ്ടിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തി ആദ്യത്തെ കോശമുണ്ടായി. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജൈവ സൃഷ്ടി നടക്കുന്നത്. ആ ആദ്യത്തെ കോശത്തിൽ നിന്ന് ആദി ആത്മാവായ ആദിശൂന്യ ബലശക്തി തന്നെ സ്വയം പരിണാമത്തിന് വിധേയമായി എന്ത് സംഭവിച്ചു? ഹയർ ലൈഫ് ബഹുകോശമായി നിരവധി ആത്മാക്കളെ സൃഷ്ടിച്ചു. ബഹുകോശമായി അതിൽ നിന്നും ഉയർന്ന ജലത്തിൽ തന്നെ ആ കോശം എന്ന അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടെ ഉയർന്ന ജീവജാലങ്ങളായിട്ട് പരിണമിച്ചു. ഓരോ പരിണാമ ഘട്ടത്തിലും ഒരു പുതിയ ജീവി വർഗം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ ജീവി വർഗത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് ആ ആദിശൂന്യ ബലശക്തി തന്നെ, ആ ആദി ആത്മാവ് തന്നെ ആ ജീവി വർഗമായി പരിണമിച്ചിട്ട് മുൻപേ സഞ്ചരിക്കുകയായിരുന്നു. പിന്നീടാണ് മറ്റ് ആത്മാക്കൾക്ക് പരിണാമമുണ്ടായി ആ ശരീരങ്ങൾ എടുത്ത് മുന്നോട്ടുള്ള യാത്ര നടക്കുന്നത്. ഈ കോടാനുകോടി വർഷത്തെ ഈ പരിണാമ ഘട്ടത്തിലൂടെ കടന്നുപോയി ആണ് ഒരു ആദിമ മനുഷ്യൻ എന്ന അവസ്ഥയിലേക്കും, പിന്നീട് ആ പരിണാമ ഘട്ടത്തിലൂടെ കടന്നുപോയി ആധുനിക മനുഷ്യൻ എന്ന അവസ്ഥയിലേക്കും എന്തുണ്ടാകുന്നത്? പരിണാമം സംഭവിക്കുന്നത്. അപ്പോ ആദിശൂന്യ ബലശക്തി തന്നെ സ്വയം പരിണാമത്തിന് വിധേയമായി ആ കാലചക്രം, ഇത് എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ ആ കാലചക്രം, സൃഷ്ടിയുടെ ആ ചക്രം പൂർത്തീകരിക്കുന്നതിന്
വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഘട്ടങ്ങളിൽ ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഊർജ ഘടകങ്ങളും രൂപപ്പെടുത്തുകയും അതിൻ്റെ സ്രോതസ്സായി തന്നെ നിൽക്കുകയും അത് വിന്യസിപ്പിക്കുകയും മനുഷ്യന് അല്ലെ മറ്റ് ജീവജാലങ്ങൾക്ക് സ്വീകരിക്കാവുന്ന അവസ്ഥയിലേക്ക് അതിനെ രൂപപ്പെടുത്തുകയും ചെയ്തു വന്നു. പക്ഷേ മനുഷ്യൻ എന്ന അവസ്ഥയിലെത്തി അതിനുശേഷം ആധുനിക മനുഷ്യൻ എന്ന അവസ്ഥയിലെത്തി ഈ കാലയളവിൽ ലോകത്ത് ഒരുപാട് ആത്മാക്കളുണ്ടായി. ഈ ആത്മാക്കൾ തന്നോടൊപ്പം സഞ്ചരിക്കുന്ന ആദിശൂന്യ ബലശക്തിയെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അന്വേഷണത്തിന്റെ ഫലമായിട്ട് അവർ ജ്ഞാനികളും തപസ്സിന്റെ മാർഗം സ്വീകരിക്കുകയും ജ്ഞാനികളും യോഗികളുമായി മാറുകയും അതാത് കാലഘട്ടത്തിന്റെ ആവശ്യകതയ്ക്കനുസരിച്ചും അതാത് ആത്മാക്കൾക്ക് അറിവ് സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയ്ക്കനുസരിച്ചും ആദിശൂന്യ ബലശക്തിയിൽ നിന്ന് തന്നെ അറിവ് സ്വീകരിച്ച് ലോകത്തിന് കൊടുക്കുകയുണ്ടായി. അപ്പോഴും ആദിശൂന്യ ബലശക്തി ആ യാത്ര, പരിണാമചക്രം പൂർത്തീകരിക്കുന്നതിന്റെ ആ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഈ ജ്ഞാനങ്ങൾ പിന്നീട് പണ്ഡിതന്മാർ ദുർവ്യാഖ്യാനം ചെയ്തും മതങ്ങളാക്കി, ജാതികളാക്കി, ആചാരങ്ങളും അനാചാരങ്ങളുമാക്കി, അന്ധവിശ്വാസങ്ങളാക്കി ദൈവങ്ങളെ വരെ സൃഷ്ടിച്ചു. അത് ആത്മീയ കച്ചവടത്തിനുള്ള ഉപാധികളുമായിട്ട് മാറി. അത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. യോഗയുടെ പേരിൽ നടക്കുന്ന കച്ചവടം, ആത്മീയതയുടെ പേരിൽ നടക്കുന്ന കച്ചവടം, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ആത്മശുദ്ധി, അതായത് എല്ലാ ജ്ഞാനങ്ങളും എല്ലാ അറിവുകളും ഈ പറഞ്ഞ എല്ലാ യോഗ ഉൾപ്പെടെയുള്ള എല്ലാ സാധനാ മാർഗങ്ങളും ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട് മനുഷ്യന് നൽകിയിട്ടുള്ള ഒന്നാണ്. എന്നാൽ പരിണാമത്തിലൂടെ കടന്നു വന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ, മാർഗം എന്താണെന്ന് അറിയാതെ, സ്വാർത്ഥതയുടെയും അജ്ഞാനത്തിന്റെയും ഒക്കെ പുറകെ പോയിട്ട് ഇന്ന് മനുഷ്യ അവസ്ഥ എന്താണ്? രോഗങ്ങൾ, ദുഃഖങ്ങൾ, അതുപോലെ പരസ്പരം ചൂഷണം ചെയ്യുന്നു, ദൈവങ്ങളുടെ പേരിൽ കലഹിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിലാണ് സൃഷ്ടിക്ക് വേണ്ടി സ്വയം പരിണാമത്തിന് വിധേയമായി യാത്ര ചെയ്ത് ആദിശൂന്യ ബലം എന്ന അവസ്ഥയിൽ നിന്നും ദൈവഗണമായി, ആത്മഗണമായി, ആത്മാവായി, ഏകകോശമായി, ബഹുകോശമായി അങ്ങനെ യാത്ര ചെയ്ത് അന്തിമ ജൈവ ശരീരത്തിൽ വെച്ച് പരിണാമചക്രം പൂർത്തീകരിച്ച് ആ ഊർജം ആദിശൂന്യ ബലശക്തി എന്ന അവസ്ഥയിലേക്ക്, ആ ഏക ബിന്ദു എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ആ ശരീരത്തിലൂടെയാണ് പൂർണ്ണ ഗുരുവായി ആദിയിലുള്ള ഈ സകല അവസ്ഥകളും, അതായത് ആദിയിലുള്ള പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുള്ള ആ അവസ്ഥ മുതൽ ഇതുവരെയുള്ള സകല ജ്ഞാനങ്ങളും ഗ്രന്ഥരൂപത്തിലാക്കി ആ ജ്ഞാനങ്ങൾ ലോകത്തിന് നൽകാൻ ഞാൻ അടക്കമുള്ള ശിഷ്യരെ പ്രാപ്തരാക്കി കൊണ്ടിരിക്കുന്ന ആ പൂർണ്ണ ഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ. ആ ഗുരുവാണ് അറൈക്കി സാധനയുടെ ഊർജ സ്രോതസ്. ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന്, മനുഷ്യന്റെ പുരോഗതിക്ക്, മനുഷ്യന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഊർജ ഘടകങ്ങളും അടങ്ങുന്ന ആ നിലയിൽ ഊർജത്തെ പരിവർത്തനം ചെയ്ത് ബൃഹത് കണ ഊർജം എന്ന അവസ്ഥയിലാക്കിയ ആ ഊർജമാണ് നമ്മൾ ഓരോരുത്തരും അറൈക്കി സാധനയിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്. അതിൽ ശൂന്യ ഊർജമുണ്ട്, പ്രാപഞ്ചിക ഊർജങ്ങളുണ്ട്, ജീവശക്തി, ക്രിയാശക്തി ഊർജങ്ങളുണ്ട്, സൗര ഊർജ ഘടകങ്ങളുണ്ട്. അറൈക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഈ ഊർജമാണ് എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതാണ് അറൈക്കി ഊർജം എന്നതും ഊർജത്തിന്റെ സ്രോതസ്സും. പരിണാമത്തെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലാകാനുള്ള സമയമായിട്ടില്ല, കാരണം അത് വളരെ ഗഹനമായൊരു വിഷയമാണ്. പക്ഷെ എന്താണ് അറൈക്കി ഊർജമെന്നും അറൈക്കിയുടെ ഊർജ സ്രോതസ് ആരാണെന്നും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം. നമ്മൾ ആദ്യം പറഞ്ഞു അറൈക്കിക്ക് നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ
ആരോഗ്യം മെച്ചപ്പെടുക, രോഗങ്ങൾ ഇല്ലാണ്ടാക്കുക, രോഗങ്ങൾക്ക് ശമനം ഉണ്ടാക്കുക, രോഗലക്ഷണത്തെ മാത്രമല്ല രോഗകാരണത്തെ നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളിൽ നിന്നും കാരണ ശരീരങ്ങളിൽ നിന്നും ഇല്ലാതാക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതില് ഇപ്പോ അതിൻ്റെ അകത്ത് ഒരു വിഷയം മാത്രമായിട്ട് നമുക്കൊന്ന് അടർത്തിയെടുക്കാം. അതായത് മാനസിക ആരോഗ്യം. മറ്റൊരുപാട് ഗുണങ്ങൾ, മറ്റൊരുപാട് ആപ്ലിക്കേഷൻ, ഒരുപാട് രോഗങ്ങൾക്കുള്ള ചികിത്സ നമുക്ക് അറൈക്കിയിലൂടെ സാധ്യമാണ്. എങ്കിലും ഈ സെമിനാറിന്റെ നമ്മുടെ പരിമിതമായ സമയത്ത് ഒരു വിഷയത്തെ മാത്രം എടുത്തിട്ട് അതിനെ കുറച്ചുകൂടെ ഒന്ന് കീറി മുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പൊതുവായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മാനസിക സംഘർഷം അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളെ രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്? അതായത് സൈക്കോസൊമാറ്റിക് ഡിസീസസിലേക്ക് ഇത് എങ്ങനെയാണ് കൊണ്ടെത്തിക്കുന്നത്? ആദ്യം എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും ഒരു എന്താ പറയാ, നമ്മൾ ഈ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്ന സംഗതി, നമ്മളൊരു പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്താണോ, സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്താണോ, അതാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ അവസ്ഥ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരം അതിനോട് പൊരുത്തപ്പെടാൻ ശരീരത്തിൻ്റെ അകത്ത് ഒരുപാട് റിയാക്ഷൻസ് നടക്കും. ഇന്ന് കൂടുതലും ആൾക്കാർക്ക് ഉണ്ടാകുന്നത് ഒരു പക്ഷേ മെന്റൽ സ്ട്രെസ് ആയിരിക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്ട്രെസ് ഉണ്ട്, മെന്റൽ സ്ട്രെസ് ഉണ്ട്, സൈക്കോളജിക്കൽ സ്ട്രെസ്, അങ്ങനെ നിരവധി തരത്തിലുള്ള സംഘർഷങ്ങളുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്നത് കൂടുതലും മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ അനുഭവിച്ചിരുന്നത് മെന്റൽ സ്ട്രെസ്സിനെക്കാട്ടിലും ഉപരി ഫിസിക്കൽ സ്ട്രെസ് ആണ്. ഇപ്പം വന്യജീവികളുടെ ആക്രമണം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതില് ഒരു ഉദാഹരണം പറയാം. ഒരു വിഷം ചീറ്റുന്ന ഒരു പാമ്പുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഒരു പാമ്പ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്ന് കരുതുക. ആദ്യം ആ ആളിന് ഉണ്ടാകുന്ന റെസ്പോൺസ് എന്തായിരിക്കും? ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടാകുന്നത് 2 കണ്ണും ഈ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ വെളിയിലോട്ട് ചാടും. ശരിയാണോ അല്ലയോ? അതെന്തിനു വേണ്ടിയിട്ടാണ്? വളരെ വൈഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒന്നെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യുക. ഇങ്ങനെ 2 വഴികളേ ഉള്ളൂ. അപ്പം ശരീരം തന്നെ അതിനോട് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ആദ്യത്തെ റിയാക്ഷൻ. പിന്നെ എന്താണ് സംഭവിക്കുക? നമ്മുടെ ശരീരത്തിലെ മസിൽസ് എല്ലാം മുറുകും. മസിൽസ് മുറുകുന്ന എന്തിനാണ്? നേരത്തെ പറഞ്ഞ പോലെ അതിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ശരീരത്തിന് കണ്ടമാനം ഊർജം ആവശ്യമായി വരേണ്ടി വരും. ഈ ഊർജം ശരീരത്തിന് കിട്ടുന്നത് നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി സോഴ്സിൽ നിന്ന് ഈ ഗ്ലൂക്കോസിനെ ബ്ലഡ് സ്ട്രീമിലോട്ട് ഇറക്കി വിടും. അപ്പം നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് ഭയങ്കരമായിട്ട് ആ സമയത്ത് കൂടും. ആ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് എനർജി ആക്കുന്ന, അതിനെ കത്തിച്ച് ഊർജമാക്കുന്ന ആ പ്രക്രിയയ്ക്ക് ധാരാളം ഓക്സിജൻ ആവശ്യമായതുകൊണ്ട് നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടും. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നതിന്റെ അളവ് കൂടും. പിന്നെ എന്ത് സംഭവിക്കും? എല്ലാ ഭാഗത്തേക്കും, തലയിലേക്കും മസിൽസിലേക്കും കൂടുതൽ ഊർജം എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, കൂടുതൽ രക്തഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഹാർട്ട് കണ്ടമാനം പമ്പ് ചെയ്യേണ്ടി വരും. ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും. പിന്നെ നമ്മുടെ ഉദരസംബന്ധമായിട്ടുള്ള അവയവങ്ങളിലോട്ടുള്ള നമ്മുടെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ഊർജം എത്തുകയും അതിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് ദഹന പ്രക്രിയ കാര്യക്ഷമമായി നടക്കാതിരിക്കുകയും വരും. ഇങ്ങനെ തുടങ്ങി നിരവധി മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇതിനോടനുബന്ധിച്ച് സംഭവിക്കും. സാധാരണ രീതിയിൽ ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒന്ന് ശ്വാസം എടുത്ത് വിടുമ്പോൾ ഇതെല്ലാം തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. ഇതാണ് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യന് സ്ട്രെസ്സിനോട് ശരീരം റെസ്പോണ്ട് ചെയ്തിരുന്ന രീതി. പക്ഷേ ഒരുപാട് കാലങ്ങൾ കടന്ന് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് സ്ട്രെസ്സിന്റെ കാരണം പാമ്പ് കടിയോ വന്യജീവികളുടെ ആക്രമണമോ ഇതൊന്നുമല്ല. പിന്നെ എന്താണ്? ഒന്നെങ്കിൽ കുടുംബ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ തൊഴിൽ സാഹചര്യങ്ങളായിരിക്കാം, നമ്മുടെ തന്നെ ചിന്തകൾ ആയിരിക്കാം, നമ്മുടെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം. ഇതൊക്കെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? മാനസിക സംഘർഷം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനോടും നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം എന്താണ്? ആ സ്ട്രെസ് റെസ്പോൺസ് പാറ്റേൺ ആണ് ഹെറിഡിറ്ററി ആയിട്ട് നമ്മൾ തലമുറകളായിട്ട് കൈമാറി വന്നത്.
അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ കണ്ണൊക്കെ ദേഷ്യം വരുമ്പോൾ കണ്ണൊക്കെ ഉരുണ്ട് കയറുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് സ്ട്രെസ് റിയാക്ഷൻ ആയിട്ട് വരികയാണ്. ഇനി ഈ സ്ട്രെസ് എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ നിത്യജീവിതത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുമ്പോൾ എന്താണ് പറ്റുക? ഹാർട്ട് റേറ്റ് റിപ്പീറ്റഡ് ആയിട്ട് കൂടി നിൽക്കുക, ബ്ലഡ് പ്രഷർ അതുപോലെ കൂടി നിൽക്കുക, നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുക, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, തലവേദന ഉണ്ടാകുക. കാരണം അങ്ങോട്ട് പോകുന്ന ആർട്ടറീസിലോട്ടുള്ള അതിന്റെ അത് കട്ട പിടിക്കുക, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഡയബറ്റീസ്, ഹൈപ്പർ അസിഡിറ്റി, കൊളൈറ്റിസ്, ടെൻഷൻ, ഹെഡേക്ക്, അലർജി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ഇങ്ങനെ തുടങ്ങി നിരവധി അസുഖങ്ങൾ മനുഷ്യന് ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്ന സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഇനി ഒന്നുകൂടിയുണ്ട്. ഈ സ്ട്രെസ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സംഘർഷം നടക്കുന്ന ഒരു സമയത്ത് കയ്യിലോ കാലിലോ ഒക്കെ ഉണ്ടാകുന്ന മുറിവ് ഉണ്ടാകുമ്പോൾ അവിടെ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് കാണാം. കാരണം ശരീരം തന്നെ അതിനോട് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇഞ്ചുറിയുടെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഹൈ ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ആ സിസ്റ്റം ക്ഷീണിക്കും. ആ സിസ്റ്റം ക്ഷീണിക്കുമ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റം സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നടത്തേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ പോലും അതിന് നടത്താൻ സാധിക്കാതെ വരും. ഇങ്ങനെ വരുമ്പോഴാണ് ക്യാൻസർ സെൽസ് ശരീരത്തിൽ പെറ്റുവരുന്നത്. അപ്പോൾ അതും നമ്മുടെ മനുഷ്യന്റെ ജീവിത രീതിയും ഭക്ഷണ രീതിയും അതിലുപരി നമ്മുടെ മനസ്സുമായിട്ടും ഒക്കെ സ്ട്രെസ്സുമായിട്ടൊക്കെ ബന്ധം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഇനി എന്തുകൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്? സാഹചര്യം ഏതോ ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്ന അവസ്ഥ, മാനസിക സംഘർഷം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്? നമ്മളെ പ്രശ്നങ്ങൾ ബാധിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോ ഇവിടെ 56 ലോഗിൻ ഉണ്ട്. ഈ 56 പേരും ഒരേ തരത്തിലുള്ള ഒരു ഇൻസിഡന്റിന് വിധേയമാക്കിയാൽ എല്ലാവരിലും ഉണ്ടാകുന്നത് ഒരേ തരത്തിലുള്ള മാനസിക അവസ്ഥയാണോ? ഒരിക്കലുമല്ല. ചിലരെ ആ പ്രശ്നങ്ങൾ ബാധിക്കില്ല, ചിലരെ അത് എന്ത് ചെയ്യുന്നു, നമ്മളെ സംഘർഷം ഉണ്ടാക്കുന്നു, ചിലത് മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്കുണ്ടാവും. ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ നമ്മളെ പ്രശ്നങ്ങൾ ബാധിക്കാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്? അത് ഉണ്ടാകണമെങ്കിൽ മനസ്സിന് ഉയർച്ച ഉണ്ടാകണം. ഈ മനസ്സിന് ഉയർച്ച എന്നുള്ളത് എന്താണെന്ന് ആദ്യം മനസ്സ് എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. ഇപ്പൊ ഗുരുജി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്താണ് മനസ്സ്. അതായത് ആത്മാവ് ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് അത് ആർജിക്കുന്ന അതിൻ്റെ അനുഭവങ്ങൾ, അത് ആർജിക്കുന്ന ഘടകങ്ങൾ, അതിൻ്റെ കർമ്മം, ഇതെല്ലാം അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ആത്മാവ് ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആർജിക്കുന്ന എല്ലാത്തിൻ്റെയും ആകെ തുകയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത് കുട്ടിക്കാലം മുതൽ വളർന്നു വരുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഗർഭാവസ്ഥ മുതൽ വളർന്നു വരുന്ന അവസ്ഥയിൽ ഒരു കുട്ടിയെ എന്തെല്ലാം സ്വാധീനിക്കുന്നുണ്ട്, എന്തെല്ലാം ഘടകങ്ങൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ആളിന്റെ വ്യക്തിത്വ രൂപീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അതെല്ലാം അത് ആർജിക്കുന്നതാണ്. പണ്ട് ഗുരുജി പറയാറുണ്ട്, പഴയ ക്യാമറ ഉണ്ടല്ലോ, ഷട്ടർ തുറന്നടയ്ക്കുന്ന ക്യാമറ ഇല്ലേ, അതായത് ഒരു ഷട്ടർ തുറന്ന് അടയ്ക്കുന്ന സമയം കൊണ്ട്, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ടാണ് അതൊരു ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലിരിക്കുന്ന ആത്മാവ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ എന്തായി മാറുന്നുണ്ട്, വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ വ്യക്തിത്വ രൂപീകരണത്തിന് കാരണങ്ങളായ ഘടകങ്ങളായിട്ട് അത് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ആത്മാവിന്റെ ഈ പരിണാമത്തിന്റെ ഈ യാത്രയിൽ അത് ആർജിച്ച സകലതും ആ സകല ചരിത്രവും ആ ആത്മാവില് ഊർജ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ആകെ തുകയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളിൽ ചിന്തകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മനസ്സിന്റെയും തലച്ചോറിന്റെയും സംയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നാണ്
ഒരു ചിന്ത ഉണ്ടാകുന്നത്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചിന്തിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വിഷയത്തോട് നമ്മൾ പ്രതികരിക്കുന്നത്? ഗുരുജി പഠിപ്പിച്ചു തരുന്നത്, ഇപ്പോ ഉദാഹരണത്തിന് ഒരാളെ കുറെ ചീത്ത പറയുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ അനുഭവം ഇന്ദ്രിയങ്ങളിലൂടെ അത് എന്തായിട്ട്, അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് അത് നമ്മുടെ തലച്ചോറിലെത്തുന്നു. അവിടെ നിന്ന് അത് സൂക്ഷ്മ തരംഗങ്ങളായിട്ട് നമ്മുടെ സൂക്ഷ്മ ശരീരം മൊത്തം അത് എന്ത് ചെയ്യുന്നു? അത് സഞ്ചരിക്കുന്നു. ആ സൂക്ഷ്മ ശരീരത്തിൽ നമ്മളിൽ ഉണർന്നു നിൽക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ ആ ഉണർന്നു നിൽക്കുന്ന സംസ്കാരം അല്ലെങ്കിൽ സ്വഭാവം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഊർജവുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്തിട്ട് തിരിച്ച് തലച്ചോറിലോട്ട് വരുന്ന മെസ്സേജാണ് പിന്നീട് കർമ്മേന്ദ്രിയങ്ങളിലൂടെ അതൊരു പ്രതികരണമായിട്ട് മാറുന്നത്. ഇപ്പൊ ഒരാളിൽ ഉണർന്നു നിൽക്കുന്ന അവസ്ഥ എന്താണ്? ക്രോധം എന്ന് പറയുന്നൊരു അവസ്ഥയാണെങ്കിൽ ഒരു പുറത്തുനിന്ന് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഊർജവുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യുന്നു. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ചീത്ത വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് തല്ലായിരിക്കും കൊടുക്കുക. കാരണം എന്താണ്? അയാളിൽ ഉണർന്നു നിൽക്കുന്നത് അങ്ങനത്തെ ആ സ്വഭാവത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഊർജ ഘടകങ്ങളാണ്. അപ്പോ ഭയം, ഇപ്പോ ഒരു എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ അല്ലെങ്കിൽ പലപ്പോഴും മുതിർന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഭയം കാരണം ചിലപ്പോൾ കൈകാലുകൾ വിറയ്ക്കും, ചിലപ്പം 3-4 തവണ ബാത്റൂമിൽ പോകും. എന്താണ്? ഭയം, ആങ്സൈറ്റി എന്ന് പറയുന്ന അവസ്ഥ. കാരണം എന്താണ്? അത് ആ വ്യക്തിയുടെ ഉള്ളിൽ അത് ഉള്ളതാണ്. ഇവിടെ നമ്മൾ അറൈക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈ ത്രിശരീരങ്ങളുടെ ഘടനയുടെ ഒരു ഔട്ട്ലൈനും കൂടെ ഒന്ന് വിവരിക്കാം. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് 3 ശരീരങ്ങളാണുള്ളത്. നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഈ സ്ഥൂല ശരീരം, അതുപോലെ നമ്മളിൽ എന്തുണ്ട്? ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഈ സൂക്ഷ്മ ശരീരത്തില് 4 മേഖലകളുണ്ട്. ഈ സൂക്ഷ്മ ശരീരത്തിലെ 1,08,000 യോഗ നാഡികൾ, ശരീരം മുഴുവൻ വ്യാപരിച്ച് നിൽക്കുന്ന ആ 1,08,000 യോഗ നാഡികളിലൂടെ, ആ ചാലകത്തിലൂടെയാണ് ആത്മാവെന്ന ഊർജം നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. ഈ സൂക്ഷ്മ ശരീരത്തിൽ 4 മേഖലകളാണുള്ളത്. ഒന്ന് എന്താണ്? ഊർജ സ്വീകരണ വിതരണ മേഖല. അതായത് നമ്മുടെ നട്ടലിന് സമാന്തരമായി നിൽക്കുന്ന 6 ആധാരങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യോഗനാഡികളും അടങ്ങുന്നതാണ് ഊർജ സ്വീകരണ വിതരണ മേഖല. ഇതുവഴിയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും ഊർജം എത്തുന്നത്. ഊർജം എന്ന് ഉദ്ദേശിച്ചത് ഫുഡ് എനർജി അല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ആത്മാവിന്റെ ഊർജം, ആത്മാവ് ആദിശൂന്യ ബലശക്തിയിൽ നിന്ന് സ്വീകരിക്കുന്ന ഊർജമാണ് എത്തുന്നത്. പിന്നെ ഒരു അഗ്നി മേഖലയുണ്ട്. നമ്മുടെ മണിപൂര ചക്രമായ നമ്മുടെ നേവൽ റീജിയന്റെ ഭാഗത്ത് എന്തുണ്ട്? ഒരു അഗ്നി മേഖലയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 41 അഗ്നികളുടെ പ്രവർത്തനമുണ്ട്. ഇതിൽ ഓരോന്നും നമ്മുടെ ശരീരത്തിലെ ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ എന്തുണ്ട്? ഒരു പ്രാണമേഖലയുണ്ട്. 5 പ്രാണനും 5 ഉപപ്രാണനും അടങ്ങുന്ന നമ്മുടെ ഹൃദയഭാഗത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പ്രാണമേഖല ഇവിടെയാണെങ്കിലും പ്രവർത്തനം ശരീരം മുഴുവൻ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ശിരോമേഖലയുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. അതുപോലെ തന്നെ 12 തരം ഊർജ ഘടകങ്ങൾ അടങ്ങുന്ന കാരണ ശരീരവും ഉണ്ട്. അതിൻ്റെ അകത്ത് പഞ്ചഭൂത ഊർജ ഘടകങ്ങൾ, ഷഡ്ദോഷ ഊർജ ഘടകങ്ങൾ ആത്മാവ് ആർജിച്ചതുണ്ട്, ജീവശക്തി ഊർജം, ക്രിയാശക്തി ഊർജം തുടങ്ങി 12 തരം ഊർജ ഘടകങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ കാരണ ശരീരം എന്ന് പറയുന്നത്. ഈ മനസ്സ് അല്ലെങ്കിൽ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ യോഗനാഡികളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഊർജ ബിന്ദുക്കളായും ഊർജ കണങ്ങളായും അത് നമ്മുടെ യോഗനാഡികളിൽ അത് അടക്കം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉണർന്നു നിൽക്കുന്ന സംസ്കാരങ്ങൾ ഏത് ആധാര ചക്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യോഗനാഡികളിലാണോ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, അതാണ് ഒരാളുടെ അതായത് സ്വീകരിക്കുന്ന ഊർജം കൂടുതലായി വിനിമയിക്കപ്പെടുന്നത് ആ കേന്ദ്രത്തിലായിരിക്കും. അതിനെയാണ് നമ്മൾ സാധാരണ മനസ്സിന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത്. ഇപ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂര ചക്ര, അതായത് താഴോട്ടുള്ള ആധാര ചക്രങ്ങളിൽ മനസ്സിരിക്കുന്നവരിൽ ഷഡ്ദോഷങ്ങളുടെ ആധിക്യം, ഷഡ്ദോഷ സംസ്കാരങ്ങളുടെ ആധിക്യവും അതിന്റെ സ്വാധീനവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രതികരണങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുക. കൂടുതലും ഉണ്ടാകുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും.
അപ്പോൾ അതിൻ്റെ സ്വാധീനം വളരെ കൂടുതലായിരിക്കും. ഇതിന് മുകളിലോട്ട്, അതായത് ഹൃദയകമലത്തിന് കമലം അതിന് മുകളിലോട്ട് കൂടുതലും ഉയർന്ന ചിന്തകളുടെ ഇരിപ്പിടമാണ്. മനസ്സ് ആജ്ഞ ഈ ഭാഗത്ത് എത്തി അവിടെ സ്ഥിരം ഇരിപ്പിടമാകുന്ന ആ അവസ്ഥയാണ് നമ്മൾ മുക്തി എന്ന് പറയുന്നത്. അറൈക്കി എന്ന് പറയുന്നത് മുക്തിയുടെ പാതയാണ്. അപ്പോൾ ഈ ആധാര ഉയർച്ച സംഭവിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമ്മളുടെ ഊർജ വിനിമയ കേന്ദ്രം മാറുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗുരുവിൽ നിന്ന് ഈ ബൃഹത് കണ ഊർജം നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെ ശൂന്യ ഊർജത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കുകയും അത് നമ്മൾ ഈ ആജ്ഞാ കേന്ദ്രം വഴിയും ഈ രന്ധ്രം വഴിയും നമ്മൾ ഊർജം സ്വീകരിക്കുകയും അത് യോഗനാഡികളിലൂടെ ശരീരത്തിലാകമാനം സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ശൂന്യ ഊർജത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ പരിമിതമായിട്ടുള്ള ആ ഊർജങ്ങൾക്ക് അത് ഇനാക്റ്റീവ് ആവുകയും നമ്മൾ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്ന ഊർജം ശരീരം മുഴുവൻ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കൂടുതലായി ശുദ്ധീകരണം നടക്കുന്നതും നമ്മുടെ ആത്മാവിന്റെ ഊർജ നിലവാരം വർദ്ധിക്കുന്നതും. ഈ ശുദ്ധീകരണം നടക്കുന്നത് നമ്മൾ ഈ ബൃഹത് കണ ഊർജം സ്വീകരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഷഡ്ദോഷ സംസ്കാരങ്ങളുടെ ഊർജങ്ങളുമായിട്ട് ഈ ബൃഹത് കണ ഊർജം എന്ത് സംഭവിക്കും? അവിടെ ഒരു ഘർഷണം സംഭവിക്കും. ഈ ഘർഷണം സംഭവിക്കുമ്പോൾ ഈ സംസ്കാര ഊർജങ്ങൾക്ക് അത് എന്താവും? അത് സ്പ്ലിറ്റ് ആവും. അതിനൊരു ഡിസിൻറ്റഗ്രേഷൻ, അതിനെ നിർവീര്യമാക്കി കളയുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സാഹചര്യം നമുക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിത്യസാധന ചെയ്യുന്ന ഒരാള് വീണ്ടും അതേ സാഹചര്യത്തിൽ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അവിടെ ഭയം ഉണ്ടാകുന്നില്ല. അത് തനിയെ സംഭവിക്കുന്നു. കാരണം എന്താണ്? ആ ഭയം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ആ ഊർജ ഘടകങ്ങൾ അവിടെ എന്ത് സംഭവിക്കുകയാണ്? അവിടെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. ക്ലിയർ ആണോ? ഇതുപോലെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന, മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഘടകങ്ങളെ ഒക്കെ തന്നെ ശുദ്ധീകരിച്ച് മനസ്സിന്റെ ഉയർച്ച ഉണ്ടായി അവിടെ മുക്തി എന്ന അവസ്ഥ എത്തുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കാത്ത, അല്ലെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നു. അത് ഒരു തുടക്കം മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ ഈ സെമിനാറിൽ നമുക്ക് പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അതിലോട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അറൈക്കി സാധനയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരെ പഠിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിന്തകളിൽ നിന്നും മനസ്സിനെ താൽക്കാലികമായിട്ട് എന്തിലോട്ടെങ്കിലും എന്ത് ചെയ്യുക? കേന്ദ്രീകരിപ്പിച്ച് നിർത്തുക. ആ കേന്ദ്രീകരിപ്പിച്ച് നിർത്തുമ്പോൾ താൽക്കാലികമായിട്ട് ഒരു സ്വസ്ഥതയോ റിലാക്സേഷനോ നമുക്ക് കിട്ടുമെങ്കിലും ഈ ഊർജ ഘടകങ്ങൾ അവരുടെ ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്നോ പ്രാണമേഖലയിൽ നിന്നോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അത് അവിടെ നിന്ന് മാറുന്നില്ല. താൽക്കാലികമായി നമ്മുടെ ശ്രദ്ധ മാറ്റി നിർത്തുന്നത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ നമ്മളിവിടെ അറൈക്കി സാധന ചെയ്യുമ്പോൾ നമ്മൾ ബൃഹത് കണ ഊർജം നമ്മൾ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുകയും അവിടെ ശാശ്വതമായിട്ട് ഒരു പരിഹാരം അവിടെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അറൈക്കിയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ 3 തരത്തിലുണ്ട്. ഒന്ന് ഊർജ ശുദ്ധീകരണം, ഊർജ ശാക്തീകരണം, ഊർജ സമ്പുഷ്ടീകരണം. ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ സൂക്ഷ്മ ശരീരത്തിൽ നമ്മളിപ്പം മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അത് ഇതിൻ്റെ ഒരു 2% ആകുന്നുള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷേ ഈ ഊർജ ഘടകങ്ങൾ മറ്റൊരുപാട് ബാക്കി 98% ഗുണങ്ങളും നമ്മളൊരു സമയക്കുറവ് കൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഒരു സെമിനാറിന്റെ സമയപരിമിതി ഉള്ളത് കൊണ്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. പക്ഷേ നമ്മൾ ഈ സ്വീകരിക്കുന്ന ഊർജ കണങ്ങൾ നമ്മുടെ ത്രിശരീരങ്ങളിലും ഇതെത്തുകയാണ്. കാരണ ശരീരത്തിലെ 12 തരത്തിലുള്ള ഊർജ ഘടകങ്ങളിൽ അവയുടെ കുറവുകളെ ഇല്ലാതാക്കി എന്ത് ചെയ്യാണ്? അതിനെ ശക്തിപ്പെടുത്തുന്നു. അത് സംഭവിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ യോഗനാഡികളിൽ തടസ്സരഹിതമായിട്ട് ഈ ബൃഹത് കണ ഊർജം എല്ലായിടത്തേക്കും എത്തിച്ചേരുകയും ഈ ഊർജം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും അത് എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ എത്തിച്ചേരുമ്പോൾ എന്താണ് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ സംഭവിക്കുക? രോഗങ്ങളുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവയവങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നശിച്ച കോശങ്ങളെ പുറന്തള്ളി കളയുകയും
കൂടുതൽ കോശ വിഭജനം നടന്ന് പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനുള്ള ശരീരത്തിന്റെ ശേഷിയെ ഇത് വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ബൃഹത്കണ ഊർജം ശരീരമാസകലം എത്തുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തന ശേഷി മെച്ചപ്പെടുന്നു. അങ്ങനെ മെച്ചപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ആക്ടിവിറ്റി, ഹൈപ്പോ ആക്ടിവിറ്റി, ഈ രണ്ട് അവസ്ഥകളും അവിടെ നിന്ന് ഇല്ലാതാക്കണം. ഉദാഹരണത്തിന് ഇന്ന് പൊതുവായിട്ട് ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ. അതിലൊന്നെങ്കിൽ ഹൈപ്പർ തൈറോയിഡ് ആയിരിക്കാം, അല്ലെ ഹൈപ്പോ തൈറോയിഡ് ആയിരിക്കാം. അപ്പൊ ഇതാണ് ഹൈപ്പോ ആക്ടിവിറ്റി എന്ന്. ഒന്നെങ്കിൽ അധികക്ഷമത അല്ലെങ്കിൽ അധമക്ഷമത. ഈ രണ്ട് അവസ്ഥകളെയും ഇല്ലാതാക്കാനായിട്ട് നമ്മൾ അറൈക്കി സാധനയിലൂടെ, ഗുരുവിൽ നിന്നുള്ള ഈ ഊർജ സ്വീകരണത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. രോഗങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മറ്റ് ചികിത്സാ മാർഗങ്ങൾ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ നമ്മളിവിടെ വേണ്ട എന്ന് പറയുകയല്ല, അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയുമല്ല. പക്ഷേ മരുന്ന് കൊണ്ട് മാത്രം നമുക്ക് ഇത്തരം രോഗങ്ങൾ പൂർണ്ണമായും നമുക്ക് ഭേദമാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ മാനസിക തലത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമിതമായിട്ട് മാനസിക സംഘർഷം ഉണ്ടാകുകയും സ്ട്രെസ് ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരുപാട് ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകും. ആ ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുകയും അതൊരു ലോങ് ടേം ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ എന്ത് ചെയ്യുന്നു, അത് ബാധിക്കുകയും പല രാസപ്രവർത്തനങ്ങളുടെയും കുറവ് കൂടുതലും അവിടെ സംഭവിക്കുകയും ചെയ്യും. അതിന് സ്വാഭാവികമായിട്ടും മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ തലച്ചോറിലുള്ള ഈ സ്ട്രെസ്സിന്റെ പ്രതിഫലനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. പക്ഷെ രോഗകാരണം മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറൈക്കിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്ന ഒരു സൈക്കിക് ഫേസിൽ നിന്ന് സൊമാറ്റിക് ഫേസിലേക്ക് സെറ്റിലായ ഒരു രോഗം, ഇപ്പൊ സ്ട്രെസ് കാരണം ഡയബറ്റിസ് എന്ന ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഒരാള്, അത് കൺട്രോൾ ഇല്ലാതെ പോയ ഒരാള് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതിന് മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷെ അതിനോടൊപ്പം തന്നെ സാധനയും കൂടെ ചെയ്യുകയാണെങ്കിൽ അതിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാകും. ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ സംവേദനക്ഷമത സാധനയിലൂടെ നമ്മൾ കൈവച്ച് നമ്മുടെ ശരീരത്തിൽ 24 പോയിന്റുകൾ സാധാരണ രീതിയിലുണ്ട്. നമ്മൾ കൈവച്ച് ചെയ്യുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് നിരവധി യോഗനാഡികൾ ചേരുന്ന ജംഗ്ഷൻസ് ആണ്. അതിനെ നമ്മൾ മർമ്മങ്ങൾ എന്നാണ് പറയുക. അവിടെ കൈവച്ച് സാധന ചെയ്യുമ്പോൾ അവിടെ അങ്ങോട്ടേക്ക് നമ്മൾ ഈ ശിരോരന്ധ്രത്തിലൂടെയും ആജ്ഞയിലൂടെയൊക്കെ സ്വീകരിക്കുന്ന ഊർജം എന്ത് ചെയ്യുന്നു, ഹാൻഡ് മൈനർ ചക്രയിലേക്ക് വന്നിട്ട് ആ മർമ്മസ്ഥാനങ്ങളിൽ കൈവയ്ക്കുമ്പോൾ ആ ഊർജം അവിടെ പ്രവഹിക്കുകയും യോഗനാഡികളിലൂടെ അത് എല്ലായിടത്തും എത്തിച്ചേരുകയും അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലൂടെ നമ്മൾ അവിടെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സംവേദനക്ഷമത വർദ്ധിക്കാനായിട്ട് അത് സഹായിക്കും. സംവേദനക്ഷമത വർദ്ധിക്കുന്നു, ആത്മാവിന്റെ ഊർജ നിലവാരം വർദ്ധിക്കുന്നു, നമുക്ക് ബോധ ഉണർവ് ഉണ്ടാക്കാനായിട്ട് അത് സഹായിക്കുന്നു. അപ്പോൾ അറൈക്കി പരിശീലനം നമ്മൾ നിത്യസാധനയായി ചെയ്യുന്നതിൻ്റെ പ്രസക്തി അതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്കൊരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സമയം ഞാനൊരു 10 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും ഇനി പറയാതെ വിട്ട കാര്യങ്ങളും ഇതെല്ലാം കൂടെ ഗുരുജി പഠിപ്പിക്കുന്നത് 10% ആകുന്നുള്ളൂ. ബാക്കി 90% നമ്മൾ സാധനയിലൂടെ അവനവനെ അറിയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും അറൈക്കി നിത്യസാധനയായിട്ട് അഭ്യസിക്കുക, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകും. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ സമർപ്പണത്തിന് ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ വെറുതെ കൈവച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ല, അവിടെ നമ്മൾ ഊർജ സ്രോതസ്സായ ഗുരുവിലുള്ള സമർപ്പണ ഭാവത്തോടു കൂടി സാധന ചെയ്യുക എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ആത്മാവിലുള്ള കുറവുകൾ അവിടെ എന്തായി പോകും, അത് ഇനാക്റ്റീവായി നിന്നുകൊണ്ട് നമ്മൾ ഈ ബൃഹത് കണ ഊർജം കൂടുതലായി സ്വീകരണം നടക്കുകയും അത് നമ്മളെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യും. അതിൻ്റെ കുറവ് സംഭവിക്കുമ്പോൾ ആത്മാവിലുള്ള വൈകല്യങ്ങൾ ഉണർന്നു വരികയും അത് നമ്മളെ നയിക്കാനും തുടങ്ങും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പൊ എല്ലാവരും
എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും റൈക്കി സാധന കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ ഒരു ചിട്ടയായ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുക. തുടർന്ന് ആശ്രമത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് തുടർന്നുള്ള പരിപാടികളുണ്ട്, അടുത്തൊരു സെമിനാറും ഉണ്ട്. അപ്പോൾ ഞാൻ സമയം കുറച്ച് കടന്നു പോയതിന് ക്ഷമ ചോദിക്കുന്നു. ജയ് മാധവ്ജി.